hello, assalamu alaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സീനറി ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അപ്പോൾ അതിന്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ വൈറ്റ് സ്പ്രേ പെയിന്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ 4 സൈഡും ഒരേപോലെ വരുന്ന ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇന്നലെ ഒരു അടിപൊളി സീനറി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണേ. അപ്പോൾ ഇന്ന് ഒരു വീടും കുറച്ച് മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്കൈൻ്റെ ആ ഒരു പാർട്ടിൽ ലൈറ്റ് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിലിൻ്റെ ഒരു പകുതി ഭാഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് സാപ്പ് ഗ്രീൻ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഡ്രൈ ആയതിന് ശേഷം മേഘങ്ങളാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പോഞ്ചിൽ കുറച്ച് വൈറ്റ് അക്രലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ടാബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ മേഘങ്ങൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം മരങ്ങളും വീടും ഒക്കെ വരുമ്പം കുറച്ച് ഭാഗം മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മേഘങ്ങൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനിയൊരു വീടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ വീടിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അതിക്കുള്ളൊരു വഴിയും ഒരു മരമാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇനി വീടിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുകളിലത്തെ ഏറ്റവും ടോപ്പിലുള്ള ആ റൂഫിന് ഡാർക്ക് ബ്രൗൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ വരുന്ന ആ റൂഫിന് വൈറ്റും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പം രണ്ടായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു ഡാർക്കായിട്ടും മറ്റത് കുറച്ച് ലൈറ്റായിട്ടും കൂടെ പെയിൻറ്റ് ചെയ്താൽ മതി.
അപ്പോൾ ഇതാ ഇതുപോലെ വീടൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വഴിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് ഭാഗം മാത്രം ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രീൻ കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ഡാർക്കായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള സൈഡിൽ ലൈറ്റ് ഗ്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മരങ്ങളിലൊക്കെ ഇലകളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനാണെങ്കിലും ആദ്യം സാപ്പ് ഗ്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ മുകളിൽ ലൈറ്റ് ഗ്രീനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടെ വരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി ആ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ചെറിയ ട്രീസും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ബോട്ടിൽ ആർട്ട് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ പെയിൻറ്റിങ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ക്യാൻവാസിൽ കാർഡ്ബോർഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോട്ടിൽ ആർട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്